പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ പേര് സ്വാമി അയ്യപ്പൻ എന്നാക്കാൻ തീരുമാനം. നഗരസഭാ കൌൺസിലാണ് തീരുമാനമെടുത്തത്. ഐകകണ്ഠ്യേനയാണ് തീരുമാനമെന്ന് BJP കൌൺസിലർമാർ അറിയിച്ചു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഈ പന്തളം ബസ് സ്റ്റാൻഡിന്റെ പുതിയ പേര് എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഇന്നലെ ചേർന്ന പന്തളം നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ പേര് സ്വാമി അയ്യപ്പൻ എന്നാക്കാൻ തീരുമാനിച്ചത്. അവിടെ നിലവിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് പുതിയ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഏകദേശം 2 ഏക്കറോളം വിസ്തൃതിയിലാണ് പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുരോഗമിച്ചിരുന്നത്. ഈ മാസം 30-നാണ് അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലെ നഗരസഭാ കൌൺസിലിൽ ചേർന്ന യോഗത്തിൽ സ്വാമി അയ്യപ്പൻ എന്ന പേര് പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡിന് ഇടാൻ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. നാം BJP കൌൺസിലർമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഐകകണ്ഠേന ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. നേരത്തെ ഈ പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം അത് തുറസായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. പുതിയ നഗരസഭാ ഭരണസമിതി വന്നതിന് ശേഷം അത് വൃത്തിയാക്കി അത് നഗരസഭാ ബസ് സ്റ്റാൻഡിനുള്ള സ്ഥലമായി മാറ്റുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡ് അത് അവിടെ നിന്ന് മാറ്റിയാണ് പുതിയ ഇടത്തേക്ക് മാറ്റുന്നത്. പഴയ ബസ് സ്റ്റാൻഡിന്റെ സ്ഥാനത്ത് നഗരസഭാ കെട്ടിടത്തിന്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പന്തളം നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സ്വാമി അയ്യപ്പൻ എന്ന പേരാണ് ഇപ്പോൾ പന്തളം നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിന് ഇട്ടിരിക്കുന്നത്. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ പേര് ഇനി മുതൽ സ്വാമി അയ്യപ്പൻ എന്നാണ്.